സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായി റസൂൽ പൂക്കുട്ടി ചുമതലയേറ്റു. സന്തോഷം തരുന്ന കാര്യമെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് ദിശ മാറ്റേണ്ടതുണ്ടെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയിലെ അക്കാദമിക്സ് എന്ന വിഭാഗത്തിന് ഊന്നൽ കൊടുക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ ചെയർമാൻ പ്രേംകുമാർ ചടങ്ങിൽ പങ്കെടുത്തില്ല. Its arguments are very good. It's a part of democracy. There should always be voices, opinions, and we take the good and move on. എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ എനിക്ക് ഓർഡർ വന്നത് അജയ് വിളിച്ച് പറയുന്നതിൻ്റെ രാത്രി 8 മണിക്കാണ് അല്ലേ. അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിച്ചു. പക്ഷേ ഞാൻ പ്രേം പറഞ്ഞ കഴിഞ്ഞ കോൺക്ലേവ് വന്നപ്പോൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമാണ് നിലവിലെ ചെയർമാനെ മാറ്റിയത് എന്നൊക്കെയാണ് വാർത്തകളൊക്കെ തന്നെ വരുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. സഫാൻ വി പി ചേർന്നു. സഫാൻ, റസൂൽ പൂക്കുട്ടി ചുമതലയേറ്റതിന്റെ വിവരങ്ങൾ, പ്രേംകുമാർ മാറി നിന്നത്, അദ്ദേഹം നേരത്തെ തന്നെ സ്ഥാനം മാറ്റിയത് അതൃപ്തനായിരുന്നു, അതിന്റെ പ്രതിഷേധത്തിലാണോ? ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പ്രേംകുമാർ ഇതുമായി ബന്ധപ്പെട്ട് കടന്നിട്ടില്ല ധന്യ. അതേസമയം അദ്ദേഹത്തോട് കൂടി ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതുള്ള ഒരു നീരസം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. നിലവിലെ ഭരണസമിതിയിലും പ്രേംകുമാർ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. റസൂൽ പൂക്കുട്ടിയുമായി ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇന്നലെ 8 മണിക്കാണ് താൻ ഈ വിവരം അറിയുന്നത്. അദ്ദേഹവുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടി, ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടി അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. വൈസ് ചെയർപേഴ്സണായി കുക്കു പരമേശ്വരനും ചുമതലയേറ്റു. സിനിമയുടെ അക്കാദമിക ലെവലിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ, പുതിയ കാലത്തിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വിധത്തിൽ ആയിരിക്കും തൻ്റെ പ്രവർത്തനം എന്നാണ് താൻ കരുതുന്നത്. സാങ്കേതിക വിഭാഗത്തിന് സർക്കാർ നൽകുന്ന പരിഗണനയാണ് തൻ്റെ അധ്യക്ഷ സ്ഥാനം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കുക്കു പരമേശ്വരൻ, മുൻ സെക്രട്ടറി സി അജോയ് അടക്കമുള്ള ആളുകളും ഇന്ന് ചുമതലയേറ്റു. 26 അംഗ ഭരണസമിതിയാണുള്ളത്. നിഖില, വിമൽ, സിത്താര, കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ഈ ഭരണസമിതി ജനറൽ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് സർക്കാർ ഈ ഇത്തരത്തിലൊരു പ്രഖ്യാപനം റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രഖ്യാപിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, മുൻ ചെയർമാനായിരുന്ന രഞ്ജിത്ത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷമാണ് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ അക്കാദമിയുടെ തലപ്പത്ത് വരികയും ചെയ്യുന്നത്. ഇതിന്റെ കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അക്കാദമി ഭരണസമിതി സർക്കാർ പുനർസംഘടിപ്പിച്ചിരിക്കുന്നത്. ധന്യ. ശരി സഫാൻ.